നാളിതുവരെ ബലിവേദിയിലേക്കുള്ള യാത്രയിൽ തന്നെ നയിച്ച എല്ലാവർക്കും നവവൈദികൻ ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈശോയ്ക്കും എനിക്കും ഏറ്റവും പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. 1 കൊറിന്തോസ് 9:22. പൗരോഹിത്യ പരിശീലനത്തിൻ്റെ ആദ്യ വർഷത്തിൽ പാദ്രെ പിയോയുടെ ജീവചരിത്രം വായിച്ചപ്പോൾ മനസ്സിൽ തറച്ച വചനമാണിത്. ഇന്ന് 12 വർഷങ്ങൾക്കിപ്പുറം നിത്യപുരോഹിതനായ ഈശോയുടെ സിംഹാസനത്തിൽ ഞാൻ എത്തിച്ചേരുമ്പോൾ ഇപ്പോഴും എൻ്റെ ആപ്തവാക്യം മറ്റൊന്നുമല്ല. പ്രിയ കൊല്ലംപറമ്പിൽ പിതാവേ, വൈദികരെ, മാതാപിതാക്കളെ, ബന്ധുമിത്രങ്ങളെ, നന്ദി പറയുന്നത് ഒരു യാത്രയുടെ അവസാനമാണ്. എൻ്റെ പൗരോഹിത്യ യാത്ര ആരംഭിക്കുന്നതേ ഉള്ളൂ. എങ്കിലും അയോഗ്യനായ എന്നെ ഈ മഹനീയ ബലിപീഠത്തോട് ചേർത്ത് നിർത്തിയവരെ വിസ്മരിച്ചുകൊണ്ട് ഒരു യാത്ര എനിക്ക് ആരംഭിക്കാൻ ആവുകയില്ല. നാളിതുവരെയുള്ള എൻ്റെ പരിശീലന നാളുകളിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വലിയ പ്രോത്സാഹനവും പിന്തുണയും നൽകിയ എല്ലാവരെയും ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അപൂർണനായ എന്നെ തിരഞ്ഞെടുത്ത പരിപൂർണനായ പിതാവായ ദൈവത്തിനും അശക്തനായ എന്നെ തിരഞ്ഞെടുത്ത് ശക്തനാക്കിയ പരിശുദ്ധ റൂഹായ്ക്കും പാപിയായ എന്നെ സ്നേഹിച്ച ഈശോ മിശിഹായ്ക്കും മുൻപിൽ ഞാൻ ശിരസ് നമിക്കുന്നു. തൻ്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ തിരുക്കർമ്മങ്ങൾ അനുഗ്രഹപ്രദമാക്കുകയും തൻ്റെ കൈവപ്പ് വഴി എന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തുകയും ചെയ്ത മാർ ജോസഫ് കൊല്ലംപറമ്പിൽ പിതാവിനോടുള്ള നന്ദി വാക്കുകൾക്ക് അതീതമാണ്. പിതാവേ, അങ്ങ് പകർന്നു നൽകിയ പൗരോഹിത്യം കറകൂടാതെ ജീവിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാലാരൂപതയുടെ തലവനും പിതാവുമായ മാർ ജോസഫ് കല്ലറിഞ്ഞാട്ട് പിതാവിനും കുടുംബാംഗം കൂടിയായ പള്ളിക്കാപ്പറമ്പിൽ പിതാവിനോടും നന്ദി പറയുന്നു. എൻ്റെ വളർച്ചയെ കൊതിയോടെ നോക്കി നിന്ന വിൻസെൻഷൻ സഭയ്ക്കും സഭയിലെ വൈദികർക്കും ബ്രദേഴ്സിനും ബാച്ച്മേറ്റ്സിനും ഞാൻ നന്ദി പറയുന്നു. പരിശീലന കാലഘട്ടത്തിൽ എന്നെ ഏറെ സ്നേഹിക്കുകയും പൗരോഹിത്യ സ്വീകരണത്തിന് എനിക്ക് അനുമതി നൽകുകയും ഇന്നത്തെ ശുശ്രൂഷയിൽ ആർച്ച് ഡീക്കൻ പദവി അലങ്കരിക്കുകയും ചെയ്ത പ്രൊവിൻഷ്യൽ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ തുണ്ടത്തികുന്നേൽ അച്ഛനെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. സഭയുടെ ജനറൽ അച്ഛൻ പോൾ പുതുവാച്ചനെയും ജനറൽ പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സിനെയും പ്രത്യേകിച്ച് ഇന്ന് സഹകാർമ്മികനായിരുന്ന ജോബി കൈതക്കളം അച്ഛനും നന്ദി പറയുന്നു. വലിയ വാത്സല്യവും കരുതലും നൽകി എന്നെ ഒരുപാട് സ്നേഹിച്ച മുൻ പ്രൊവിൻഷ്യൽമാരായിരുന്ന ജോർജ് അറക്കൽ അച്ഛനെയും മാത്യു കക്കാട്ടുപള്ളി അച്ഛനെയും മുൻ കൗൺസിലേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരു പുരോഹിതനാകുമ്പോൾ ഏറെ നന്ദിയോടെ ഓർക്കേണ്ട സ്ഥലങ്ങളാണല്ലോ സെമിനാരികൾ. പൗരോഹിത്യം സ്വപ്നം കാണാൻ പഠിപ്പിച്ച മൈലാടി പാല സെമിനാരികളും പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പടമുഖം നൊവിഷ്യേറ്റിനെയും വിജ്ഞാനം പകർന്നു നൽകിയ ബാംഗ്ലൂർ ഡീപോൾ ഫിലോസഫേറ്റിനെയും ഹൃദയവിശാലതയും കാരുണ്യവും പഠിപ്പിച്ച ബാംഗ്ലൂർ ക്രിസ്തുജ്യോതി കോളേജിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ പൗരോഹിത്യ സ്വപ്നത്തെ വിവേചിച്ചറിഞ്ഞ ഒക്കേഷൻ പ്രൊമോട്ടർ സാമച്ചനെയും ഇരു കൈയും നീട്ടി എന്നെ സെമിനാരിയിലേക്ക് സ്വീകരിച്ച സോണുവച്ചനെയും ഇയാലേൽ അച്ഛനെയും റോണി അച്ഛനെയും ജോൺ മാളിയേക്കൽ അച്ഛനെയും ഈ നിമിഷം കൃതജ്ഞതയോടെ ഓർക്കുന്നു. വീടിനടുത്തുള്ള ആശ്രമമായതിനാലും മൈനർ സെമിനാരിയും റീജൻസിയും ചെയ്തതുകൊണ്ടും എനിക്ക് ചെത്തിമറ്റം സെമിനാരിയുമായുള്ള വ്യക്തിബന്ധം വിവരിക്കാനാവുന്നതിലും അപ്പുറമാണ്. റക്ടറച്ചന്മാരായ ജോയി അച്ഛനെയും ടോണി അച്ഛനെയും റീജൻസി ഡയറക്ടറായ പൂനാട്ടച്ഛനെയും ആധ്യാത്മിക പിതാക്കന്മാരായ അറക്കത്തോട്ടം അച്ഛനെയും സേവർ അച്ഛനെയും കരികുളം അച്ഛനെയും അരയത്തിനാൽ അച്ഛനെയും വൈസ് റക്ടർമാരും പ്രൊക്രേറ്റർമാരുമായിരുന്ന ടോണി അച്ഛൻ, മാനുരാൻ അച്ഛൻ, ഡിനോ അച്ഛൻ, ഫെബിൻ അച്ഛൻ എന്നിവരെയും റീജന്റുമാരായിരുന്ന അലക്സിനെയും ലിറ്റിനെയും നന്ദിയോടെ ഓർക്കുന്നു. പടമുഖം നൊവിഷ്യേറ്റാണ് എൻ്റെ ഉള്ളിലെ പുരോഹിതനെ ഉണർത്തിയത് എന്ന് നിസ്സംശയം പറയാം. ഗുരുവച്ചനായ അറക്കലച്ഛനെയും മറ്റ് അച്ഛന്മാരായ മാതേക്കലച്ഛനെയും പുളിക്കലച്ഛനെയും ക്ലെമൻ്റ് അച്ഛനെയും ചൂരനോലിക്കലച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതും കഴിവുകൾ സ്ഫുടം ചെയ്തെടുത്തതും ഡീപോൾ ഫിലോസഫേറ്റാണ്. റക്ടറച്ചന്മാരായ റാഫി അച്ഛനെയും അറക്കലച്ഛനെയും മറ്റു പ്രൊഫസേഴ്സായ റോയി അച്ഛനെയും വേട്ടാപ്പറമ്പിൽ അച്ഛനെയും ചെരുവിലച്ഛനെയും സിബി അച്ഛനെയും ഫ്രാങ്കോ അച്ഛനെയും
വല്ലേലച്ഛനെയും ആധ്യാത്മിക പിതാക്കന്മാരായ ജോൺ പാലാപ്പറമ്പിൽ അച്ഛനെയും പാറപ്പുറം അച്ഛനെയും എടാട്ടച്ഛനെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. വിൻസെൻഷൻ ഫോർമേഷനിൽ നിന്ന് സലേഷ്യൻ ചട്ടരീതികളിലേക്കുള്ള കൂടുമാറ്റമായിരുന്നു ക്രിസ്തുജ്യോതി കോളേജിലെ തിയോളജി പഠനം. റെക്ടറച്ഛനായ ബോസ്കോ അച്ഛനെയും വൈസ് റെക്ടർമാരായ ഷാബു അച്ഛനെയും മോൺസി അച്ഛനെയും പ്രിൻസിപ്പളായ സിവി അച്ഛനെയും ആധ്യാത്മിക പിതാവായ PA തോമസ് അച്ഛനെയും മറ്റ് പ്രൊഫസേഴ്സിനെയെല്ലാം ഞാൻ കൃതജ്ഞതയോടെ സ്മരിക്കുന്നു. എൻ്റെ 3 വർഷത്തെ പാസ്റ്ററൽ മിനിസ്ട്രി ബാംഗ്ലൂർ ലൂർദ് നഗര പള്ളിയിലായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പേർ ഇവിടെ ಎತ್ತಿಚೇರ್ന്നിട്ടുണ്ട്. ಈ 3 ವರ್ಷಗಳಿಂದ ನನಗೆ ನೀವು ನೀಡಿದ ಎಲ್ಲ ಸಹಾಯಗಳಿಗಾಗಿಯೂ ನಾನು ನಿಮಗೆ ಧನ್ಯವಾದಗಳು ಸಲ್ಲಿಸುತ್ತೇನೆ. ವಿಶೇಷವಾಗಿ ಪ್ಯಾರಿಷ್ ಪ್ರೀಸ್ಟ್ ಆಗಿದ್ದ ಫಾದರ್ ಸೇವಿಯರ್ ಮತ್ತು ಫಾದರ್ ವರ್ಗೀಸ್, ಅವರ ಜೊತೆ ಫಾದರ್ TC, ಫಾದರ್ ಜೇಮ್ಸ್, ಫಾದರ್ KC, ಫಾದರ್ ಜೂಲಿಯನ್ ಅವರಿಗೆ ಮತ್ತು ಎಲ್ಲ ಕ್ಯಾಥಕಿಸಮ್ ಟೀಚರ್ಸ್, ಯೂತ್ ಗ್ರೂಪ್ ಮತ್ತು ಚಿಕ್ಕ ಮಕ್ಕಳೆಲ್ಲವರಿಗೂ ನಾನು ಧನ್ಯವಾದಗಳು ಸಲ್ಲಿಸುತ್ತೇನೆ. എൻ്റെ ഡൈക്കനേറ്റ് മിനിസ്ട്രി ബാംഗ്ലൂർ ലോഗോസ് ആശ്രമത്തിലായിരുന്നു. റീജിയണൽ സുപ്പീരിയർ കുറ്റിക്കാട്ടച്ചനെയും മറ്റു വൈദികരെയും സ്റ്റാഫ് അംഗങ്ങളെയും ഇടവക ജനങ്ങളെയും മതാധ്യാപകരെയും കുഞ്ഞുങ്ങളെയും നന്ദിയോടെ സ്മരിക്കുന്നു. ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വിറ്റിയാങ്കൽ അച്ഛൻ, ഇടവക വികാരി ടോണി അച്ഛൻ, സുബിൻ അച്ഛൻ, ആൽബർട്ട് അച്ഛൻ, ഡേവിസ് അച്ഛൻ, ആൻ്റണി അച്ഛൻ, ഡോണി അച്ഛൻ എന്നിവരാണ് എൻ്റെ പൗരോഹിത്യ പരിശീലനത്തിൻ്റെ അവസാന നാളുകളിൽ എനിക്ക് വേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ഒരു മാസമായി എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരുക്കത്തിൽ എന്നെ സഹായിച്ച പാലാ സെമിനാരിയിലെ ഉല്ലാസച്ചൻ, അരുവിത്ര ആശ്രമത്തിലെ സുപ്പീരിയർ ജോണച്ചനെയും മറ്റു വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ എല്ലാ ഉപകാരികളെയും പ്രത്യേകിച്ച് KJ ജോയ്, ഏതൻ ആൻ്റണി, നിതിൻ എന്നിവർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ KJCയിലെ വിൻസെൻഷൻ സഹോദരങ്ങൾ ഡ്യൂബനച്ചൻ, ആൽബർട്ടച്ചൻ, ബ്രദർ മിഷൽ, ബ്രദർ സ്റ്റിൽജിൻ, ബ്രദർ സിബിൻ എന്നിവർക്കും ഇന്നത്തെ ശുശ്രൂഷകൾക്ക് കമൻട്രി പറഞ്ഞ ജിൽബിൻ അച്ഛനെയും പ്രത്യേകം സ്മരിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കാൻ പ്രയത്നിച്ച എല്ലാ സഹോദര വൈദിക വിദ്യാർത്ഥികളെയും അവർക്ക് നേതൃത്വം നൽകിയ ബ്രദർ മിഷലിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഓണാട്ടച്ചൻ്റെ നേതൃത്വത്തിലുള്ള കൊയർ അംഗങ്ങളെയും ഭക്ഷണം ക്രമീകരിച്ച 5 സ്റ്റാർ കേറ്ററിങ്ങിനെയും ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ജോയ് ചേട്ടനെയും വീഡിയോ ചെയ്യുന്ന ഇഷ്ടം സ്റ്റുഡിയോയിനെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. സൗണ്ട് ക്രമീകരിച്ച ടോമി ചേട്ടനെയും ജോൺസൺ ചേട്ടനെയും പൂക്കൾക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്ത മേനോങ്കിരി അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. നമ്മുടെ ഇടവകയിലെ അൾത്താര ശുശ്രൂഷി ഡൊമിനിക് ചേട്ടനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനായിരുന്ന ലൂർദ് മാറ വടക്കഞ്ചേരി, ലിറ്റിൽ ഫ്ലവർ, നെടിയകാട് എന്നീ ഇടവകയോടുള്ള കടപ്പാട് ഈ നിമിഷം ഞാൻ അറിയിക്കുന്നു. ഇടവകയിൽ സേവനം ചെയ്ത വികാരിമാരെയും അസിസ്റ്റൻ്റ് വികാരിമാരെയും സിസ്റ്റേഴ്സിനെയും നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ പഠിച്ച സ്കൂളുകളെ പ്രത്യേകം അനുസ്മരിക്കുന്നു. ചെറുപുഷ്പം സ്കൂൾ വടക്കഞ്ചേരി, ഡീപോൾ തൊടുപുഴ സ്കൂളുകളെയും അവിടുത്തെ പ്രിൻസിപ്പൽമാരോടും അധ്യാപകരോടുമുള്ള കൃതജ്ഞത ഞാൻ അറിയിക്കുന്നു. പ്രത്യേകമായി മടത്തിനാലച്ഛനെയും സ്റ്റീഫൻ അച്ഛനെയും ക്ലെമൻ്റ് അച്ഛനെയും പുല്ലാട്ടച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ ഇടവക ദേവാലയമായ പാലാ ലാളം സെൻറ്റ് മേരീസ് പള്ളിക്ക് നന്ദി പറയാതെ പോവുക അസാധ്യമാണ്. എൻ്റെ പട്ടത്തിനായി എന്നെക്കാളും വ്യഗ്രതയോടെ ഓടി നടക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമീകരിക്കുകയും ചെയ്തത് ബഹുമാനപ്പെട്ട ജോസഫ് തടത്തിലച്ഛനാണ്. തടത്തിലച്ഛനെ വികാരിയായി ലഭിച്ചത് ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒന്നും പേടിക്കേണ്ട, എല്ലാം ഞാൻ റെഡിയാക്കിക്കോളാം എന്നാണ് എന്നെ കാണുമ്പോഴെല്ലാം തടത്തിലച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്നേഹത്തോടെ എന്നെ പട്ടത്തിന് അടുത്തൊരുക്കിയത് നമ്മുടെ കൊച്ചച്ഛന്മാരാണ്. ആലഞ്ചേരി അച്ഛനെയും വിജയ് അച്ഛനെയും ആന്റണി അച്ഛനെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. അവരോടുള്ള കടപ്പാട് ജീവിതാന്ത്യം വരെ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. ഒരു കുഞ്ഞനുജൻ്റെ പട്ടമെന്ന പോലെ ഈ തിരുപ്പട്ട സ്വീകരണം മനോഹരമാക്കിയത് ഈ ഇടവകയിലെ നിധികളായി കണക്കാക്കപ്പെടുന്ന 9 മഠങ്ങളാണ്. FCC, SMS, DST മഠങ്ങളിലെ എല്ലാ സിസ്റ്റേഴ്സിനെയും പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സിനെയും മദർമാരെയും നന്ദിയോടെ ഓർക്കുന്നു. ചേച്ചി അംഗമായിരിക്കുന്ന SABS സന്യാസ സമൂഹത്തെയും പാലാ പ്രൊവിൻഷ്യൻ്റെ പ്രൊവിൻസാളമ്മയോടുമുള്ള നന്ദി അവർണ്ണനീയമാണ്. ക്രൈസ്റ്റ് ഹാൾ, ചെത്തിമറ്റം, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ SABS സിസ്റ്റേഴ്സ് യഥാർത്ഥത്തിൽ എനിക്ക് അമ്മമാർ തന്നെയായിരുന്നു. ഒരിക്കലും മറക്കാനായിട്ട് സാധിക്കാത്തവരാണ് ലാളം ഇടവകയിലെ ഭക്തസംഘടനകളും അവയുടെ ഭാരവാഹികളും. മാതൃവേദി, പിതൃവേദി, വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി, AKCC, SMYM, ഓൾട്ടർ ബോയ്സ് എന്നീ സംഘടനകളും അവയുടെ നേതൃനിരയിലുള്ളവരോടും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. കൈക്കാരന്മാരായ ജോർജ് കുട്ടിച്ചേട്ടൻ, ബേബിച്ചൻ ചേട്ടൻ, ടെൻസൻ ചേട്ടൻ, ഷാബു ചേട്ടൻ എന്നിവരാണ് ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമാക്കാൻ ചുക്കാൻ പിടിച്ചത്.
അവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഇനി ഒരിക്കൽ പോലും നന്ദി പറഞ്ഞിട്ടില്ലാത്ത അത് ആഗ്രഹിക്കാതെ എന്നെ സ്നേഹിച്ച പ്രിയപ്പെട്ടവർക്ക്, എനിക്ക് വേണ്ടി ദൈവസന്നദ്ധയിൽ സദാനേരവും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച മൈലക്കച്ചാലിൽ പാറേക്കാട്ട് നാവള്ളിത്തൂണുങ്കൽ പുതിയാപറമ്പിൽ കുടുംബാംഗങ്ങൾക്ക് കൃത്യമായ നന്ദി. റൂബിയമ്മ, റൈസിയമ്മ, ഡാഡി, ധീരജയാച്ചൻ, ആശ ചേച്ചി, ബ്രൈറ്റി ചേച്ചി, തുഷാര ചേച്ചി, ധന്യ ചേച്ചി, ജേക്കപ്പളിയൻ, ഷിൻഡുവളിയൻ, തങ്കച്ചൻ പേരപ്പൻ, ജെസ്സിയമ്മ, ടോജിയങ്കൾ, ശാന്തിയമ്മ, ജോണിയങ്കൾ, ബോബിയമ്മ, ജിമ്മിയങ്കൾ, ഷിജിയമ്മ, മറ്റ് കസിൻസ് എല്ലാവരെയും അവരുടെ മക്കളെയും സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എന്നെ സ്നേഹത്തോടെ മാത്രം പരിലാളിച്ച അമ്മച്ചിക്കും ബാല്യത്തിൽ തന്നെ പക്വതയോടെ വളർത്തിയ ചാച്ചനും മാമോദീസയിലൂടെ എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയുകയും ആ വിശ്വാസത്തിൽ വളർത്തുകയും ചെയ്ത അച്ഛനും കുഞ്ഞമ്മയ്ക്കും കൃത്യമായ നന്ദി. എൻ്റെ പൗരോഹിത്യം കാണാൻ വാർദ്ധക്യത്തിലും നിങ്ങൾ കൂടെയുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്. ചേച്ചിയായ സിസ്റ്റർ ബ്രിജിറ്റ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി ഞാൻ കാണുന്നത് പരസ്പരം കാണണമെന്ന് ഏറെ ആഗ്രഹിക്കുമ്പോഴും നാം ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് അകലങ്ങളിലായിരിക്കും എന്നതാണ്. ഒരുപാട് നന്ദി, പ്രത്യേകിച്ച് ഇന്നേ ദിവസത്തിനു വേണ്ടി അധ്വാനിച്ചതിനും പ്രാർത്ഥിച്ചതിനും. ഞാൻ സെമിനാരിയിൽ ചേരുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു റോസ്മേരി. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സമയം കിട്ടിയിട്ടില്ല എന്നത് വസ്തുതയാണ്. ഞങ്ങൾ രണ്ടുപേരും ദൈവവിളി സ്വീകരിച്ചപ്പോൾ കുടുംബത്തിന് താങ്ങായി നീ നിൽക്കുന്നതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അച്ചാച്ചനും അമ്മയും, എൻ്റെ മുട്ടുകളേക്കാൾ തരമ്പ് നിങ്ങളുടെ മുട്ടുകൾക്കുണ്ട്. എൻ്റെ കൈകളേക്കാൾ കാഠിന്യം ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച നിങ്ങളുടെ കൈകൾക്കുണ്ട്. ജീവൻ നൽകിയതിന്, വളർത്തിയതിന്, പഠിപ്പിച്ചതിന്, പ്രാർത്ഥിച്ചതിന് ഒരുപാട് നന്ദി. ഒരിക്കൽ കൂടി എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ല. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തുടർന്നങ്ങോട്ടുള്ള എൻ്റെ പ്രാർത്ഥനകളിലും എപ്പോഴും നിങ്ങളുണ്ടാകും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. നവവൈദികൻ്റെ പ്രഥമ ദീപബലി അർപ്പണമാണ് തുടർന്ന് നടക്കുന്നത്. നീണ്ട കാലത്തെ പ്രാർത്ഥനയോടും ഒരുക്കത്തോടും കൂടിയ നവവൈദികൻ്റെ സ്വപ്നമായിരുന്നു അൽത്താരയിൽ മിശിഹായുടെ ബലി അർപ്പിക്കുക എന്നത്. നവവൈദികൻ്റെ രംഗങ്ങളിലൂടെ ആദ്യമായി വിശുദ്ധ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുകയാണ്. ദൈവാനുഗ്രഹം പെയ്തിറങ്ങുന്ന ഈ അനുഗ്രഹ നിമിഷങ്ങളിൽ വിശ്വാസത്തോടും ബുദ്ധിയോടും കൂടെ നമുക്കും ഈ ബലിയർപ്പണത്തിനായി ഒരുങ്ങാം. ഈ അർപ്പണത്തെ സ്വീകരിച്ച് വിശദീകരിക്കണമേ എന്ന് ഗായക സംഘം പാടി പ്രാർത്ഥിക്കുന്നു. നമുക്കും അവരോട് ചേരാം. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഗായക സംഘം ഗാനം ആലപിക്കുന്ന സമയത്ത് വിശുദ്ധ കുർബാനയ്ക്കുള്ള കാഴ്ച സമർപ്പണത്തിനായി കുടുംബാംഗങ്ങൾ മുന്നോട്ട് കടന്നു വരുന്നു. പരിശുദ്ധമാകുമീ ബലിപീഠത്തിൽ അടയാ ഒരു മനമാതിരിയാ ഈ ബലിയിൽ ഒന്നായി ചേരാം. ഈ ബലിയിൽ ഒന്നായി
കണ്ണടയ്ക്കാം, കൈകൾ കൂപ്പാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ പരിശുദ്ധ ബലിയോട് ചേർത്ത് നമുക്ക് വയ്ക്കാം. നാം പ്രാർത്ഥിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിന് പുത്രനായ മിശിഹ വഴി നമുക്ക് ഈ ബലി അർപ്പിക്കാം.
വാചാലത്തോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും
അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥ എന്നേക്കും. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. മോശ തൻ്റെ അമ്മായിയപ്പനും മിദിയാനിലെ പുരോഹിതനുമായ ജത്രോയുടെ ആടുകളെ മേய்ച്ചു കഴിയുകയായിരുന്നു. അവൻ മരുഭൂമിയുടെ മറുഭാഗത്തേക്ക് ആടുകളെ നയിക്കവേ ദൈവത്തിൻ്റെ മലയായ ഹോറേബിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. അവൻ ഉറ്റുനോക്കി, മുൾപടർപ്പ് കത്തി ജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞു ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തു ചെന്ന് ഒന്ന് കാണട്ടെ. മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലാകുന്നില്ലല്ലോ. അവൻ അത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നത് കർത്താവ് കണ്ടു. മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു. മോശേ, മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അരുൾ ചെയ്തു, അടുത്ത് വരരുത്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടുന്ന് തുടർന്നു, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. മോശ മുഖം മറച്ചു. ദൈവത്തിൻ്റെ നേരെ നോക്കുവാൻ അവന് ഭയമായിരുന്നു. കർത്താവ് വീണ്ടും അരുൾ ചെയ്തു, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിൻ്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു. മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം
അവരിൽ നിന്ന് ഉയരുന്ന രോദനം ഞാൻ കേട്ടു. അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവിടെ നിന്ന് ക്ഷേമകരവും വിസ്തൃതവും തേനും പാലും ഒഴുകുന്നതുമായ ഒരു ദേശത്തേക്ക് കാനാന്യർ, ഹിത്യർ, അമോര്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവർ അധിവസിക്കുന്ന സ്ഥലത്തേക്ക് അവരെ നയിക്കാനുമാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇതാ, ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ അടുത്തെത്തിയിരിക്കുന്നു. ഈജിപ്തുകാർ അവരെ എപ്രകാരം മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ആകയാൽ വരൂ, ഞാൻ നിന്നെ ഫറവോയുടെ അടുക്കലേക്ക് അയക്കാം. നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. മോശ ദൈവത്തോട് പറഞ്ഞു, ഫറവോയുടെ അടുക്കൽ പോകാനും ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഞാൻ ആരാണ്? അവിടുന്ന് അരുൾ ചെയ്തു, ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഞാനാണ് നിന്നെ അയക്കുന്നത് എന്നതിന് ഇതായിരിക്കും അടയാളം. നീ ജനത്തെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ മലയിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കും. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവെ, ഞാൻ കേവലം ബാലനാണ്, സംസാരിക്കാൻ എനിക്ക് പാടവമില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, വെറും ബാലനാണെന്ന് നീ പറയരുത്. ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം. ഞാൻ കൽപ്പിക്കുന്നതെന്തും സംസാരിക്കണം. നീ അവരെ ഭയപ്പെടേണ്ട. നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇതാ, എൻ്റെ വചനങ്ങൾ നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു. പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു. ദൈവമായ കർത്താവിനെ സ്തുതി. പ്രകീർത്തനം ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. നിർമ്മലമാകുമ സ്മരണം കൊണ്ടാട
സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരരെ, പൗലോസ്ലീഹ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. മിശിഹ അനുഗ്രഹിക്കട്ടെ. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദനെ പോലെയായി. നിയമത്തിന് കീഴുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെന്നിരിക്കലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമേ ഉള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമമില്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവനിയമമില്ലാത്തവനായിരുന്നില്ല, പ്രത്യുത ക്രിസ്തുവിൻ്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാക്കാകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 26 മുതലുള്ള തിരുവചനങ്ങൾ. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്ത് നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒരു മലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി.
കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരത്താൽ തിരഞ്ഞെടുത്ത അങ്ങയുടെ അശകണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, ഞങ്ങൾ കൈപ്പിനത്തിൽ കുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവെ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവ സ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കാരുണ്യവും അനുഗ്രഹവും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മാമോദിസയിൽ ജീവനെ നടന്നാൽ മുദ്രയിക്കുന്നവർ ഭക്തയോടെ കൂടെ വിശുദ്ധരഹസ്യങ്ങളിൽ പങ്കൊള്ളട്ടെ.
മനസാക്ഷികളെ സൽക്കർമ്മികളെയും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. ഉദ്ധിതനായിടുവാൻ സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കും മുമ്പുള്ള ആദിജാതനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സ്തുതിയുള്ള സ്തുതിദൈവവും പിതാവിനോട് കൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡനങ്ങൾ സഹിക്കുകയും ശ്രീവാർത്തരിക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുത്രൻ പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാനവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സത്യവും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിലെ ഉയർവും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിയാർക്കീസുമാരും മേജർ ബിഷപ്പുമാരും മെത്രാപ്പോലിത്തമാരും പുത്രന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകരുടെയും ഫിർമേരകളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ തിരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. ഈശോയുടെ കൃപയാൽ ഈ ബലിയും സായത്തിനും രക്ഷിക്കും സ്വർഗരാജ്യത്തിൽ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വരെ പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധത വഹിച്ചുവാൻ അങ്ങേ ശക്തനാകട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിൻ്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും അവർണ്ണനീയവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന
മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് യേശു മിശിഹ തൻ്റെ മനുഷ്യ സ്വഭാവത്താൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവുമായ ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോട് ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ ഏകജാതൻ്റെ കൃപയാലും കരുണയാലും ആദ്യം മുതൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവ്യസുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരനെ, വിശേഷ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധോടും കൂടെ കർത്താവിനെ എന്ത് പറയുകയും അവിടെ ചൂടി അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നുമെല്ലായ്പ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു.
എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിൻ്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിൻ്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തരാക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിയേക ദൈവമേ, അങ്ങയുടെ സന്നദ്ധയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവ്വം തിരുനാമം നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവെ, തുല്യരും അഭിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവയോട് ചേർന്ന് ബലഹീനമായ മർത്യഗണം പരമോന്നതനായ അങ്ങേ പാടി സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ സകല കൃപാവരങ്ങൾക്കുമായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ ഏകജാതനും വചനവുമായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്താൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതി മുഴുവനും കാലത്തിൻ്റെ തികവിൽ അവിടുന്ന് തൻ്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്വത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവിടുന്നിൽ വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാകുന്നു. സകലത്തിൻ്റെയും പൂർത്തീകരണവും സകലതും പൂർത്തിയാക്കുന്നവനും അവിടുന്നാകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തൻ്റെ ശരീരത്തിൻ്റെ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തൻ്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തൻ്റെ വിശുദ്ധ സ്ലീഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം യേശു പരികർമ്മം ചെയ്തു.
തൻ്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു, ഇത് ലോകത്തിൻ്റെ ജീവനു വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യൂ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികവുമായ ഈ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി മിശിഹാ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാതിരത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നവീകരിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടിൻ്റെ രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും എളിയ ആത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ മുൻപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നെന്നും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡനങ്ങളും വിഭാഗീയതകളും സഭയിൽ നിന്ന് അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏകമനസ്സോടും പൂർണ്ണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. സത്യത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന
സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ലയോ പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപോലിത്തായും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപോലിത്തായും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനും തൻ്റെ കൈവപ്പ് ശുശ്രൂഷ വരെ എന്നെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയ മാർ ജോസഫ് മെത്രാനും എല്ലാ മെത്രാന്മാരും പുരോഹിതന്മാരും നിശംശാനമാരും സമർപ്പിതരും മൽമായ പ്രേക്ഷിതരും തിരുമുൻപിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യരാക്കുന്നതിനും ഇടയാക്കണമേ. കർത്താവേ കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവർത്തികളോടും കൂടെ തിരുമുൻപാകെയുള്ള ആരാധനയിൽ വളരുവാൻ ഇടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ദാസനെയും ഞങ്ങളോട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കും കുടുംബസമാധാനത്തിനും രോഗികൾക്ക് വേണ്ടിയും സാമ്പത്തിക ക്ലേശം അനുഭവിക്കുന്നവർ, ഭവനമില്ലാത്തവർ, മക്കളില്ലാത്തവർ, വിവിധ മത്സര പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയും ഈ വിലയിൽ പ്രത്യേകമായും അനുസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നതയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയുടെ ഫലങ്ങളെയും കാലാവസ്ഥയെയും വത്സലത്തിൻ്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിൻ്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങ് അനാദി മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവരും സകലത്തിൻ്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അവർ അറിയട്ടെ. മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് യേശു മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, ആരാധനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ ഈ സ്തോത്രബലി കാരുണ്യപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപാനങ്ങളുടെയും ഈ കുർബാനയുടെ മേലിറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച് ഇവയെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവ് യേശു മിശിഹായുടെ കൃപയാൽ ഞങ്ങളെല്ലാവരെയും യോഗ്യരാകട്ടെ. സ്വർഗത്തിലും ഭൂമിയിലും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും യോഗ്യമാവിധം സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. പാവമാലിന്യങ്ങൾ കഴുകി അങ്ങയുടെ സ്നേഹത്തിൻ്റെ ദിവ്യ പരിമളത്താളങ്ങൾ പൂരിതമാക്കണം. വഴിതെറ്റിപ്പോയ ഞങ്ങളെ അന്വേഷിച്ച് കണ്ടെത്തിയ നല്ലിടയ, എനിക്കറിയാവുന്നത് പറഞ്ഞുകൂടാത്തതുമായ എൻ്റെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ.
കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയവും വിശുദ്ധവുമായ ബലിപീഠത്തിന് മുൻപേ നിൽക്കുന്ന ഈ ശുശ്രൂഷയെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ വിശുദ്ധിയുടെ പരിമളത്താൽ പൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, മിശിഹായുടെ തിരുക്കല്ലയുടെ സാദൃശ്യവും അവിടുത്തെ സിംഹാസനവുമായ ബലിപീഠത്തെയും പാവമോചനമായ തിരുശരീര രക്തങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനിതാപത്തിനുള്ള ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. പിന്നെയോടും കലഹങ്ങൾ പണിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെയും പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, കുഞ്ഞുങ്ങളെ ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന്
അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂപ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും. ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു.